നമസ്കാരം. ഒരു കത്തി, ടവൽ, തലയണ ഈ 3 വസ്തുക്കൾ കൊണ്ട് ഒരു കേസ് തെളിയിക്കാമോ? ഗോവയിലെ സർവീസ് അപ്പാർട്ട്മെന്റിൽ ബാംഗ്ലൂരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ സിഇഒ സുജന സേത്ത് മകനെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് ഈ 3 വസ്തുക്കൾ കൊണ്ടാണ് കേസ് തെളിയിച്ചത്. ഗോവയിൽ സുജനയും മകനും താമസിച്ച സർവീസ് അപ്പാർട്ട്മെന്റിൽ നിന്നാണ് കത്തിയും ടവലും തലയണയും പോലീസിന് തെളിവുകളായത്. സുജന കണ്ടോളിമിലെ അപ്പാർട്ട്മെന്റിൽ ചെക്ക് ഇൻ ചെയ്തത് ജനുവരി 6-നാണ്. ജനുവരി 8 വരെ അവിടെ താമസിച്ചു. ജനുവരി 7-ന് മകനെ കൊന്ന് മൃതദേഹം ബാഗിലാക്കി ബാംഗ്ലൂരുവിലേക്ക് ടാക്സിയിൽ പുറപ്പെടുകയും ചെയ്തു. അപ്പാർട്ട്മെന്റിലെ ജീവനക്കാർ മുറി വൃത്തിയാക്കാൻ പോയപ്പോൾ ടവലിൽ രക്തക്കറ കണ്ടു. ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിച്ചു. സാധാരണയിൽ കവിഞ്ഞ ഭാരം തോന്നിക്കുന്ന ബാഗുമായാണ് സുജന പുറപ്പെട്ടതെന്ന് ധരിപ്പിച്ചു. മകൻ അവർക്കൊപ്പം ഇല്ലായിരുന്നു എന്ന കാര്യവും അറിയിച്ചു. 4 വയസ്സുകാരൻ കുട്ടിയെ തുണി കൊണ്ടോ തലയണ കൊണ്ടോ അമർത്തി ശ്വാസം മുട്ടിച്ച് കൊന്നതാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. കൊലയ്ക്ക് ശേഷം പ്രതിയായ സുജന കൈമുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. പിന്നീട് രക്തമൊഴുക്ക് നിർത്താൻ ടവൽ ഉപയോഗിച്ചു. ക്രൈം സീനിൽ നിന്ന് പോലീസിന് കിട്ടിയത് ഒരു കത്തിയും ചുവന്ന ബാഗും തലയിണയുമാണ്. മകന്റെ മൃതദേഹമടങ്ങിയ ബാഗ് ആരുമറിയാതെ ഉപേക്ഷിക്കുകയായിരുന്നു സുജനയുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഗോവ മുതൽ ബാംഗ്ലൂരു വരെ ക്യാബ് വാടകയ്ക്കെടുത്തു. 30,000 രൂപയാണ് ക്യാബ് ഡ്രൈവർക്ക് നൽകിയത്. വളരെ കുറഞ്ഞ നിരക്കിൽ ബാംഗ്ലൂരുവിലേക്ക് വിമാനത്തിൽ പോകാമെന്നും ടിക്കറ്റ് എടുത്തു തരാമെന്നും ഹോട്ടൽ ജീവനക്കാർ പറഞ്ഞെങ്കിലും സുജന ചെവിക്കൊണ്ടില്ല. ക്യാബിൽ തന്നെ പോകണമെന്ന് നിർബന്ധം പിടിക്കുകയായിരുന്നു. 2,600 മുതൽ 3,000 രൂപയ്ക്ക് വരെ ഗോവ ബാംഗ്ലൂരു ഫ്ലൈറ്റ് ലഭ്യമായിരുന്നപ്പോഴാണ് 30,000 രൂപ മുടക്കി സുജന ബാഗുമായി ഇറങ്ങിത്തിരിച്ചത്. ജനുവരി 6 മുതൽ ജനുവരി 10 വരെയാണ് സുജന മുറി ബുക്ക് ചെയ്തിരുന്നത്. പണം നേരത്തെ മുൻകൂറായി അടയ്ക്കുകയും ചെയ്തു. എന്നാൽ ജനുവരി 8-ന് 12:30-ന് തന്നെ ചെക്കൗട്ട് ചെയ്തു. ഇതും സംശയത്തിനിടയാക്കി. മൈൻഡ്ഫുൾ AI ലാബിന്റെ സിഇഒയാണ് സുജന സേത്ത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിദഗ്ധ എന്നാണ് സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ പറയുന്നത്. മകനുമൊത്ത് സുജന 404-ാം നമ്പർ മുറിയിലായിരുന്നു താമസം. ജനുവരി 7-ന് ഏകദേശം 4 മണിയോടെ റിസപ്ഷനിലേക്ക് സുജനയുടെ കോൾ വന്നു. 2 ബോട്ടിൽ കഫ് സിറപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ട് ബ്രാൻഡും പറഞ്ഞുകൊടുത്തു. തനിക്ക് വേണ്ടിയാണെന്നാണ് അവർ റിസപ്ഷനിൽ പറഞ്ഞത്. കഫ് സിറപ്പ് കൊടുത്ത് മകനെ മയക്കി കിടത്തിയ ശേഷം തലയണ കൊണ്ട് ശ്വാസം മുട്ടിച്ചു കൊന്നുവോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. 5 മണിക്കൂറിന് ശേഷം രാത്രി 9:10-ഓടെ തനിക്ക് ബാംഗ്ലൂരുവിൽ അടിയന്തരമായി പോകണമെന്ന് പറഞ്ഞാണ് ക്യാബ് ബുക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടത്. അപ്പോഴാണ് ഹോട്ടൽ ജീവനക്കാർ നിരക്ക് കുറഞ്ഞ ഫ്ലൈറ്റുകളുടെ കാര്യം അറിയിച്ചത്. ഏതായാലും സുജനയുടെ ആവശ്യപ്രകാരം ഇന്നോവ ക്രിസ്റ്റ ഏർപ്പാടാക്കി. റെയ്ജോൺ എന്ന ആളായിരുന്നു ഡ്രൈവർ. രാത്രി 12:30-ഓടെ യാത്ര പുറപ്പെട്ടു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഹൗസ് കീപ്പിംഗ് ജീവനക്കാരൻ മുറി വൃത്തിയാക്കാൻ വന്നപ്പോഴാണ് രക്തക്കറ കണ്ടത്. തുടർന്ന് പോലീസ് കൺട്രോൾ റൂമിൽ വിവരമറിയിച്ചു. പോലീസ് എത്തിയപ്പോൾ സ്വീകരണ മുറിയിലും കിടപ്പുമുറിയിലും കുളിമുറിയിലും രക്തക്കറ കണ്ടു. ഈ രക്തക്കറ മാസമുറയുടേതാണെന്നാണ് സുജന പിന്നീട് പോലീസിനോട് കള്ളം പറഞ്ഞത്. പോലീസ് ഉടൻ ക്യാബ് ഡ്രൈവറെ വിളിച്ച് ഫോൺ സുജനയ്ക്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. മകൻ എവിടെയെന്നായിരുന്നു ചോദ്യം. ഗോവയിലെ മർഗോവയിൽ തന്റെ ഒരു കൂട്ടുകാരിക്കൊപ്പമാണ് കുട്ടി എന്നായിരുന്നു മറുപടി. സുജന അയച്ചു കൊടുത്ത വിലാസം വ്യാജമെന്ന് പിന്നീട് തെളിഞ്ഞു. ഗോവ അതിർത്തിയിലുണ്ടായ ഒരു വലിയ അപകടം ഈ കേസന്വേഷണത്തിൽ പോലീസിനെ സഹായിച്ചെന്ന് പറയാം. ഒരു വാഹനാപകടം കാരണം ഗോവ, കർണാടക, മഹാരാഷ്ട്ര അതിർത്തികൾ ചേരുന്ന ചോർലാഘട്ടിൽ വൻ ഗതാഗത കുരുക്കായിരുന്നു. സുജന സഞ്ചരിച്ച ക്യാബ് 4 മണിക്കൂറോളം ചോർലാഘട്ടിൽ കുടുങ്ങി. ഈ കാലതാമസം ഉണ്ടായിരുന്നില്ലെങ്കിൽ സുജന നേരത്തെ ബാംഗ്ലൂരുവിലെത്തുകയും കുട്ടിയുടെ മൃതദേഹം വിദഗ്ധമായി മറവ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. അത് കേസിനെ കൂടുതൽ സങ്കീർണമാക്കുമായിരുന്നു. പ്രതിയെ ചൊവ്വാഴ്ച 6 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. വൈദ്യപരിശോധനയ്ക്കൊപ്പം മനഃശാസ്ത്രപരമായ പരിശോധനയും ഉണ്ടാകും. അന്വേഷണവുമായി സുജന സഹകരിക്കുന്നില്ലെന്നും അവർക്ക് ഇതുവരെ പശ്ചാത്താപമൊന്നും ഇല്ലെന്നുമാണ് പോലീസ് പറയുന്നത്.